റബ്ബർ പാലിൽ നിന്നും നാച്ചുറൽ പെയിന്റ് നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള പെയിന്റിന് കൈമാറി. കേരള പെയിന്റ് ഡയറക്ടർമാരായ ജോസഫ് ലിജോയ്ക്കും മിഥുൻ പുല്ലുമേട്ടിലിനും റബ്ബർ ബോർഡിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ ഫോർമുല കൈമാറി. ആരോഗ്യത്തിന് ഹാനികരമായ കെമിക്കലുകളില്ലാത്ത 100% നാച്ചുറൽ പെയിന്റാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഈ പെയിന്റ് നിലവിലുള്ള കെമിക്കൽ പെയിന്റുകൾക്ക് മികച്ച ബദലായിരിക്കുമെന്നും കർഷകർക്ക് ഇത് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രകൃതിദത്തം ഏറ്റവും സുന്ദരമായി മറ്റ് പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പെയിന്റ് എന്ന രൂപത്തിൽ കേരള പെയിന്റിനെ നമ്മൾ കൃത്യമായി വിപണിയിലേക്ക് എത്തിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചാൽ ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവും എനിക്കില്ല. അതിനാൽ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഇന്ന് നാട്ടിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ തോതിൽ ദോഷകരമാകുമെന്ന് ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റി സസ്റ്റൈനബിലിറ്റി ഇന്നോവേഷൻ ലീഡ് KV ദയാൽ പറഞ്ഞു. കേരള പെയിന്റ് ലോകത്ത് വിപ്ലവമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം കീഴടക്കാൻ പോകുന്ന ഒരു പെയിന്റ് ആയിരിക്കും ഇത്. അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഇവർക്കുണ്ട്. ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നാച്ചുറൽ പെയിന്റായ കേരള പെയിന്റ് ഭദ്രം രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M വസന്തകേശൻ IRS പറഞ്ഞു. കൊച്ചുകുട്ടികളുടെയും പ്രായമായവരുടെ ഉൾപ്പെടെ കരൾ രോഗത്തിന് പെയിന്റ് ഒരു പ്രധാന വില്ലനാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് റബ്ബർ പാലിനെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൂടാ? ഒരു തരിക്ക് പോലും വിട്ടുകൊടുക്കാതെ നാച്ചുറൽ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് ഒരു ഓർഡിനറി പെയിന്റിനെ വെല്ലുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കണം തീരുമാനിച്ചു. ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. അതിന്റെ റോ മെറ്റീരിയൽസ് പലതും പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തു. അപ്പൊ രാത്രിയും പകലും തുടർച്ചയായിട്ട് നടത്തിയ മീറ്റിംഗുകളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായി 1.5 വർഷത്തെ പരീക്ഷണത്തിന്റെ വിജയമാണിതെന്ന് കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷെരാ മാത്യു പറഞ്ഞു. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമർഷൻ പെയിന്റുകളേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പെയിന്റ് ഫോർമുലയാണ് RRII കണ്ടെത്തിയത്. കഴിഞ്ഞ 1.5 വർഷമായി നടത്തിവരുന്ന പരീക്ഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ പെയിന്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നാച്ചുറൽ ലാറ്റക്സ്, കടൽക്കക്ക, നാച്ചുറൽ ക്ലേ, പ്ലാന്റ് എക്സ്ട്രാക്ട് എന്നിവയെല്ലാം ചേർത്ത് നിർമ്മിക്കുന്ന പെയിന്റ് ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല ഹെൽത്ത് ഫ്രണ്ട്ലി VOC ഫ്രീ വാട്ടർ ബേസ്ഡ് ഇമൽഷൻ പെയിന്റ് ആണിത്. നാച്ചുറൽ പ്ലാന്റ് എക്സ്ട്രാക്ട് ചേർത്തുള്ള നിറങ്ങൾ ചേർക്കാമെന്നതിനാൽ വീടിനുള്ളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കളറുകൾ ലഭിക്കുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നതും നാച്ചുറൽ ലാറ്റക്സ് ആണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരിക്കും റബ്ബർ പാലിൽ നിന്നുള്ള പെയിന്റ് നിർമ്മാണം.